നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. പ്രിയപ്പെട്ട സഹകളെ, സുഹൃത്തുക്കളെ, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കേരളത്തിലെ ജനകീയ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ വാർഷികാഘോഷ പരിപാടി ആരംഭിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷനായി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് സഖാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയ സഖാക്കളെ, പ്രസാദനന്ദൻ രചന നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള സഖാവ് എന്ന ഗാനം അവതരിപ്പിക്കും. സഖാവ് 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 വീര്യമുള്ള സൂര്യനായി നായകൻ ചിന്തയായി ചിന്തിരേ പന്തമായി ആയൊരു നേട്ടമായി വാഴുന്ന നായകൻ കാത്തിരുന്നൊരു കാത്തിരുന്നൊരു നായകൻ സഖാവ് 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 സത്യമേതു ശക്തിയിൽ വീര്യമുള്ള സൂര്യനായി നായകൻ സഖാവ് 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 വഴി ഭയമില്ല വഴി നിറമുള്ള പാത്രം
ഇത് കാക്കയോട് ശക്തിയും കരപ്പുറത്ത് ഇത് കൈയടിക്കായുള്ള കൈമുതൽ ആഴമുള്ള ചിന്തയിൽ പാതയുള്ള കൈമൊഴി മുന്നിലുള്ള പൂരങ്ങൾ ചേരിയുള്ള നീളങ്ങൾ നാടിന്റെ ദേവിന് വിലകൊണ്ട നായകൻ പൂത്തിന്റെ പൂരം വിമലിന്റെ നേട്ടം തിരുവിന്റെ നേട്ടം സഖാവ് സ്വാഗതം പറയുന്നതിലേക്കായി സംഘടനയുടെ സെക്രട്ടറി സഖാവ് ആനന്ദ ശശികുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയനായ മുഖ്യമന്ത്രി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി രണ്ടാമതും അധികാരത്തിലേറിയതാണ്. അതിന്റെ 4ാം വാർഷികമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷമാണ് ഗ്രേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ചരിത്രം തിരുത്തി എഴുതുന്നത് വീണ്ടും തിരുത്തി എഴുതിക്കൊണ്ട് 3ാം തവണയും സഖാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറണമെന്ന് തന്നെയാണ് ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ നാം എല്ലാവരും, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും ആഗ്രഹിക്കുന്നത്. അതിലേക്കുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കമാകട്ടെ ഈ മഹാസമ്മേളനം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റ് സഖാവ് പീഹണിയാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കേരളത്തിനെ വികസന കുതിപ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നവകേരള സൃഷ്ടിക്കായി പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവர்களാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. സഖാവിനെ ഈ വേദിയിലേക്ക് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരം ഉലകനായകൻ ശ്രീ കമൽഹാസൻ അവர்களാണ്. ശ്രീ കമൽഹാസൻ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടി അവர்களാണ്. സഖാവ് വി ശിവൻകുട്ടി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുവാൻ ബഹുമാനപ്പെട്ട എം പി സഖാവ് എ റഹീം വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ സ്വാഗതം ചെയ്യുക. CPM-ന്റെ തിരുവനന്തപുരം ജില്ലയുടെ അമരക്കാരൻ സഖാവ് വി ജോയ് MLA ഈ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുക. കൂടാതെ ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ, ഇത് വീക്ഷിക്കുന്നതിനും പങ്കെടുക്കുന്നതിനുമായി എത്തിയിരിക്കുന്ന എല്ലാ പേർക്കും സ്വാഗതം അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിയ പത്നി കമല ടീച്ചർ എത്തിയിട്ടുണ്ട്. കമല ടീച്ചറിനെയും സ്വാഗതം ചെയ്യുക. വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഏറ്റുമുറിക്കൽ ചടങ്ങാണ് എടുത്തത്. ഇതിലേക്കായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വിശിഷ്ട അതിഥികളെയും ക്ഷണിക്കുക.
കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കേരളത്തിന്റെ വികസന നായകൻ സഖാവ് പിണറായിയെ കുറിച്ച് നിർമ്മിച്ച പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനായി പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ കമൽഹാസൻ അവരെ ക്ഷണിക്കുക. அரசியல் தொழில் அல்ல கடமை என்பதை சந்தேகம் பற்றி இடமும் நிரூபிக்கின்றோம். மிகச்சிறந்த அதில் மிக முக்கியமானவர் காம்ரேட் பினராயி விஜயன். പകരക്കാരനില്ലാത്ത മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു നേതാവ് ജന്മം നൽകിയത്. ചിലർ വരുമ്പോൾ ചരിത്രം പരിമാറുന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരം ഒരുക്കിയ നേതാവ്. പകരക്കാരനില്ലാത്ത ഒരേ ഒരു നേതാവ് സഖാവ് പിണറായി വിജയൻ. ജന്മം കൊണ്ട് ഏറ്റവും സാധാരണക്കാരൻ, കർമ്മം കൊണ്ട് പ്രതിസന്ധികളെ ഊസില്ലാതെ മറികടക്കുന്ന കേരള ജനതയുടെ ആശ്വാസവും ആവേശവുമായ നേതാവ്. ആ നേതൃപാഠം സ്വന്തമാക്കിയത് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ കടൽപ്പാതയിലൂടെ ഉറച്ച മനസ്സും പതറാത്ത താല്പര്യവുമായി ജനമനസ്സിനൊപ്പം വിശ്വാസം കൊടുത്തും നീതിയും നടത്തിയ സ്വതസിദ്ധ പ്രവർത്തനത്തിലൂടെയാണ്. ഇടറാത്ത പതറാത്ത നിലയുള്ള വാക്ക്, അതാണ് സഖാവ് പിണറായി വിജയൻ. ജീവിത സമരം തന്നെയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പച്ചപ്പഴിഞ്ഞ പിണറായി ഗ്രാമത്തിൽ 1945 മെയ് 24 തേജസ് പിന്നീട് കേരളം ഇടതടവില്ലാതെ കണ്ടറിഞ്ഞത് പിണറായി വിജയൻ എന്ന തീവ്ര നേതാവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്തിച്ച ഉത്തരവാദിത്വങ്ങളുടെ ശരിനടത്തിപ്പുകളിലാണ്. അന്ന് തൊട്ട് ഒരു പിണറായി മോഡൽ ശൈലി കേരളം ആസ്വദിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. ഞാൻ പാർട്ടിയുടെ വിദ്യയുടെ പ്രവർത്തനം അധികം പാർട്ടിട്ടുണ്ട്. 66 പാർട്ടി വളരെ നടത്തുന്ന കാര്യത്തിൽ പിണറായി വിജയൻ വളരെ ബാലകൃഷ്ണന്റെ യോഗത്തിലായിരുന്നു. അത്രമേൽ സഹപ്രവർത്തകരെ നെഞ്ചോട് ചേർക്കുന്ന മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്.
my comrade. ഇത് എന്റെയും കേരളമാണ് ചെറുപ്പം മുതലേ എനിക്ക് ബോധ്യപ്പെടുത്തില്ല. മലയാളികൾക്ക് നന്ദി, നമസ്കാരം. ഇനി ഞാൻ തമിഴിൽ പറയാം. ഞാൻ പറയുന്നത് അവയും കേൾക്കും. இன்று தெற்கு தேய்கிறது என்றெல்லாம் புலம்பிக் கொண்டிருக்காமல் தெற்கை உதாரணமாக காட்டிக் கொண்டிருக்கும் முக்கிய தலைவர்களில் மூலமானவர் பெரியவர். இதை பிரபலப்படுத்த வேண்டியது என் கடமையாக நினைக்கிறேன். சித்தாந்தங்கள் எவ்வாறாயிருந்தால் அவர் கம்யூனிஸ்டாகவும் நாம் சென்ட்ரிஸ்டாக இருந்தாலும் மக்கள் சேவையில் நாங்கள் இருவருமே காமரேஜ்தான். இந்த சித்தாந்த வேறுபாடுகளின் நூற்றாண்டு கடந்து கொண்டிருக்கிறது. மக்கள் தான் நாம் சித்தாந்தம் என்று மாறும் காலம் நெருங்கிக் கொண்டிருக்கிறது. வரும் மொழியில் ஒரு சின்ன விமர்சனத்தை பாஸ்கரன் சார் முன்னால் வைத்தார். நாங்கள் ஒரே வழியில் வந்துவிட்டிருந்தோம். நீங்கள் இனி வன்முறைக்கு இடமே இல்லை, அது தேவையில்லை என்று மொத்தமாக அநீதிக்கு எதிராக எப்படி போராடுவது என்று நான் அவருடைய கேள்வியின் அழினாக அநீதிக்காக போராடலாம், அந்த போராட்டம் தொழிலாக மாறிவிடப் போகலாம். அது கடமையாக இருக்க வேண்டும். அந்த கடமை முடித்ததும் நாம் அமைதியை நோக்கி செல்ல வேண்டும். அதைத்தான் நான் குறிப்பிடுகிறேன். அங்கே அவருக்கும் என்னை விட அறிவார்ந்தவர்கள் சொல்லி தப்பித்துக் கொண்டேன். நான் ஒரு போரின் முடிவு வெற்றியில் இருக்க முடியாது. போரின் முடிவு அமைதியில் தான் இருக்க வேண்டும். War will have to end in peace. Otherwise, Tolstoy would have named it War and Victory. A wise man like him looked beyond his time and said, war and then peace. We are all working towards peace, and I'm happy to walk behind great leaders like him. We have many in this country. We have to realize their potential. இது நாம் நாடு முழுவதும் கேட்க வேண்டும் என்பதற்காக தேசிய கம்யூனிகேஷன் மொழியில் பேசுகிறேன். இங்கே இந்த விழாவுக்கு நான் வர வேண்டியது என் கடமையாகும். 4-5 வயது முதல் கேரள சினிமாவில் நான் நடித்துக் கொண்டிருந்த ஒரு பால நடிகராகவும் பேசுகிறேன். இன்று அரசியலில் நுழைந்து பல வாய்ப்புகளை பெற்றுக் கொண்டிருக்கும் ஒரு இளம் அரசியல்வாதியாகவும் பேசுகிறேன். இப்படிப்பட்ட தலைவர்களை நாம் போற்றி விமர்சனங்களுக்கு அஞ்சாதவர்கள், அதற்கு நேர்மையான பதிலை கொடுக்க தெரிந்தவர்களுக்கு நாம் விமர்சனத்தோடு கூறி அவர்கள் செய்தவர்களுக்கான பாராட்டையும் கொடுக்கவில்லை என்றால் அவர்கள் துவண்டு விடுவார்களோ என்ற பயம் எனக்கு இருக்கிறது. இத்தகைய தலைவர்கள் சற்றே சோர்ந்தாலும் கேரளம் பல மாமாங்கங்கள் பின்தங்கிவிடும் என்பதுதான் என்னுடைய பயம். அவர்களை சந்தோஷமாக வைத்திருங்கள். ஆயுட்காலம் போதாது என்று நான் சொல்வது என்னுடைய சுயநலம் தான். அவருடைய நலம் பெறுதி என்பதை விடக்கூட இந்த மாதிரி தலைவர்கள் இன்னும் நீண்ட நாள் வாழ வேண்டும் என்பது சுயநலமாக நான் வைக்கும் என்னுடைய கோரிக்கை. அதை அவர்களுக்கு ஆரோக்கியம் அவருடைய ஊர்வலிக்கும்படி கேரளம் முன்னேற வேண்டும். முன்னேறும் என்ற நம்பிக்கைக்கான எல்லா உதாரணங்களையும் நீங்கள் கொடுத்து கொண்டிருக்கிறீர்கள். அதை பார்த்து ஆரோக்கியமான பராமரிப்பை தமிழகம் பெற்றுக் கொண்டிருக்கிறது. நாங்களும் அங்கே வருவோம், ஒன்றே சேர்ந்தாக வேண்டும் என்பது எங்களுக்கு புரிகிறது. நான் இங்கே கோவிட் என்ற தொற்று இருக்கும் பொழுது இங்கே கேரளத்தில் நடந்த விஷயங்களை பாராட்டி கொண்டிருந்த போது அதை
அந்த பாராட்டை பெற்றுக்கொண்டு அந்த டீச்சர் எனக்கு பாடம் எடுத்தார். உங்கள் ஊரில் இதை விட பெரிய வசதிகள் இருக்கின்றன, வசதி இல்லாத ஊரில் செய்தது வேண்டுமானால் உண்மையாக இருக்கலாம், உங்கள் ஊரில் நிறைய வசதி இருக்கின்றது என்று பாராட்டையும் விமர்சனத்தையும் ஒரே பொதியில் கட்டி எனக்கு கொடுத்தார்கள். அதை நாங்கள் புரிந்து கொண்டிருக்கிறோம். அதற்கான முயற்சிகளை அங்கே எடுத்துக் கொண்டிருக்கிறோம். நாம் அனைவரும் சகோதரர்கள் என்பதை புரிய வேண்டும், நாம் புரிய வேண்டும். முதலில் இதற்கு பெயர் வைக்கப்பட்ட போது பிரதர்ஸ் ஆஃப் த வேர்ல்ட் யுனைட் என்று தான் பெயரிட நினைத்தார்கள். அது ஏதோ ஒரு சமயத்தை சார்ந்த சொல்லாக இருக்குமோ என்பதற்காக நீண்ட நாள் 1000 வருடமானாலும் அடியாத ஒரு சொற்றொடரை கண்டார் கால்மார்க்ஸ் அவர்களுக்கு நன்றி. ஒர்க்கர்ஸ் ஆஃப் த வேர்ல்ட் யுனைட் என்று சொன்னார்கள். நாம் அனைவருமே ஒர்க்கர்ஸ். அதற்கு தலைமை லேபர் அவர் காமரேட் பினராயி விஜயன் அவர்கள் பிறந்த நாளை கேக் வெட்டி மட்டும் தான் போதானதில்லை, இடையூறாக இருக்கும் எதையும் பெற்றுவதற்கு நான் கொண்டிருந்தேன் என்பதை நான் சொல்லிக்கொண்டு இந்த பிறந்த நாளை என்னை அழைத்ததற்கு என் மனம் இனிக்கிறது. நீங்கள் கொடுத்த அந்த கேக்கில் நாமும் இனிக்கிறது. நன்றி. வாழ்க நாம், வாழ்க நீங்கள், வாழ்க நாம் அனைவரும். யாரும் ஊரே, யாரும் கேடு, நீங்கள் கேடு, நாங்கள் ஜூன் மாதம் ஆயிரத்தி സഹോദരി ഒരു വിശദമായ പ്രസംഗത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ആദ്യമായും ശ്രീ കമൽഹാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കേരളത്തിന്റെ മനസ്സിൽ കേരളീയരുടെ ആകെ ഹൃദയത്തിൽ എന്നെ താമസക്കാരനാക്കിയ ചലച്ചിത്ര വ്യക്തിത്വമാണ് കമൽഹാസൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നത് കേവലമായ ഒരു ഔപചാരികത മാത്രമാണ്. കലാകാരന് തലക്കപ്പുറം ഒരു സാമൂഹ്യ ജീവിതമുണ്ട് എന്ന് തെളിയിച്ച വ്യക്തിയാണ് കമൽഹാസൻ. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഏറെ സമകാലിക പോരാട്ടങ്ങളിലും നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ടെന്ന് നാം അറിയാം. ജനങ്ങളെക്കുറിച്ച് കരുതലുള്ള ഇടതുപക്ഷ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കേരളത്തോടും നമ്മുടെ സർക്കാരിനോടും ഉള്ള പ്രത്യേകമായ സ്നേഹവായ്പ എല്ലാവർക്കും അറിയാവുന്നതാണ്. തെക്കേ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് നൽകിയ ഈ അഭിമാന പ്രതിഭയെ വീണ്ടും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. കേരളം കമലഹാസന് സ്വന്തം വീട് തന്നെയാണ്. സ്വന്തം വീട്ടിൽ ആർക്കും സ്വാഗതം ആവശ്യമില്ലല്ലോ. എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔപചാരികതയുടെ പേരിൽ നമ്മുടെ നാടിന്റെ നമ്മുടെ ഈ പ്രിയ സഹോദരനെ സ്വാഗതം ചെയ്യും. സർക്കാരിന്റെ
വാർഷികവുമായി ബന്ധപ്പെട്ട് 4 വർഷം പൂർത്തിയാക്കി 5ാമത്തെ വർഷത്തേക്ക് കടക്കുകയാണ്. 2016 മുതലാണ് LDF സർക്കാർ ഈ ഘട്ടത്തിൽ അധികാരത്തിൽ വന്നതും 2021 ജനങ്ങൾ LDFിന്റെ തുടർഭരണം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിന്റെ സമീപകാല ചരിത്രം തിരുത്തിക്കൊണ്ട് LDFിനെ വീണ്ടും അധികാരത്തിലേറ്റിരിക്കുന്നു. അങ്ങനെ നോക്കിയാൽ 9 വർഷം പൂർത്തിയാക്കി 10ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ആ ഘട്ടത്തിൽ കേരളമാകെ ഈ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. രാവിലെ സമൂഹത്തിന്റെ വിവിധ തോളുകളിൽ പങ്കെടുത്ത യോഗങ്ങളിൽ അവരെല്ലാം കേരളത്തിന്റെ ഭാവിയിൽ അങ്ങേയറ്റം തൽപരരാണ് എന്ന് കാണിക്കുന്നതിനുമാണ് അതിൽ പങ്കാളികളാണ്. ഒരുപാട് ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളത് ആ യോഗങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ മനസ്സ് കൃത്യമായി വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് ആ പ്രഭാത സദസ്സുകളിൽ എല്ലാ ജില്ലകളിലും കൊടുക്കുന്നത്. അതോടൊപ്പം വൈകുന്നേരങ്ങളിലെ റാലി തീർത്തും എടുത്തു പറയത്തക്കതായി വൻപിച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കേരളം LDFിനും LDF സർക്കാരിനും നൽകുന്ന പിന്തുണയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമായത്. ഇവിടെ ചില കാര്യങ്ങൾ നേരത്തെ അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ അപ്പോഴെല്ലാം ആലോചിക്കുകയായിരുന്നു, ഇതിന്റെ പേരിൽ എന്തെല്ലാം വഴിയാണ് ജനങ്ങളിൽ നിന്ന് ഇവര് നിർമ്മിച്ചു വരികയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ചില വ്യാഖ്യാനപ്പെടുത്തൽ ഇത്തരം കാര്യങ്ങളെ വലിയ തോതിൽ വക്രീകരിക്കാൻ ശ്രമിക്കും. ഒരു കാര്യം മാത്രമേ നിങ്ങൾ അവതരിപ്പിച്ചതിനെ പറ്റി എനിക്ക് പറയാം. ഞാൻ എന്ന വ്യക്തി എന്റേതായ സ്വന്തം കഴിവിലൂടെ നാട്ടിൽ പ്രവർത്തിച്ചു വന്നതല്ല. എന്റെ പാർട്ടിയുടെ ഉദ്ഘാടനമാണ് ഞാൻ. പാർട്ടി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുവന്നു. എന്റെ ജീവിതകാലത്ത് പ്രവർത്തിക്കാൻ ശേഷി വന്നതോടുകൂടി ആ എല്ലാ ഘട്ടങ്ങളിലും പാർട്ടി ഏതാണോ ആ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് അതിന്റെ കൂടെ നിൽക്കാൻ, അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തിലേക്ക് ഇവിടെ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. നിങ്ങള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം
അത് ചെറിയ തിരിച്ചുള്ളതാണെന്ന് തോന്നുകയാണ്. മറ്റു കാര്യങ്ങളല്ല, രമയെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ആരക്കാട്ട് തന്നെയാണ് അങ്ങനെയല്ല അത് പറഞ്ഞു. അപ്പൊ അത് അമ്മയോട് ചെയ്യുന്ന രീതികളായിരുന്നു. അത് സാധാരണ രീതിയിൽ അറിയാവുന്ന കുറേ ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാവരും ചിന്തിക്കുകയും പാലക്കാട് കല്യാണി എന്നത് ആണ് ശരിക്കുള്ള പേര്. ഏതായാലും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ പ്രവർത്തിച്ച സ്നേഹമായിട്ട് അത് പാർട്ടിയോടും എൽഡിഎഫിനോടുമുള്ള സ്നേഹവും പിന്തുണയുമാണ് എന്നെനിക്കറിയാം. പാർട്ടിയുടെയും എൽഡിഎഫിന്റെയും ശത്രുക്കൾ പാർട്ടിയും എൽഡിഎഫിനെയും ആക്രമിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നത് അതിൻ്റെ എല്ലാം പ്രതീകമായി നിൽക്കുന്ന എന്റെ നേരെ വ്യക്തിപരമായി ആക്രമണങ്ങൾ വരാറുണ്ട്. ആക്രമണങ്ങൾ വ്യക്തിയെന്ന നിലക്ക് വരുന്നതായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. പാർട്ടിയുടെ വക്താവായിരിക്കുമ്പോൾ പാർട്ടിയുടെ വക്താവ് പാർട്ടിയുടെ നേരെ വരേണ്ട ആക്രമണം എൽഡിഎഫിന്റെ പ്രതിനിധിയായിരിക്കുമ്പോൾ എൽഡിഎഫിന്റെ നേരെ വരുന്ന ആക്രമണം അതിന്റെ പ്രതിനിധിയുടെ നേരെ വരും. ആ നിലക്ക് മാത്രമേ അത്തരം കാര്യങ്ങളെ ഞാൻ കണ്ടു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ആ നിലക്ക് തന്നെ ഞാൻ കാണുകയും പാർട്ടിയോടും എൽഡിഎഫിനോടുമുള്ള നിങ്ങളുടെ പൂർവ്വ പ്രതിബദ്ധതയും പിന്തുണയും അതിന്റെ പ്രതീകമായ അതിനെ കൊണ്ട് വരച്ചു കാട്ടിയിരുന്ന ഞാൻ പറയുന്നത്. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റു കൂടുതൽ കാര്യങ്ങളിൽ പറഞ്ഞില്ല. നവകേരളം എന്നത് ഏതൊരു കാലത്ത് നടക്കേണ്ട ഒരു കാര്യം വന്നാലല്ല നമ്മൾ കാണുന്നത്. നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ഓരോ നടപടിയും നാം സ്വീകരിച്ചു കഴിയും. ഏത് മേഖലയെടുത്താലും ഈ 9 വർഷക്കാലം അഭിമാനകരമായ പുരോഗതി കേരളത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ ഒട്ടേറെ പുരസ്കാരങ്ങൾ രാജ്യതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും കേരളത്തെ നേടിയെത്തുന്നു. അത് നമുക്ക് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാനാവാം. നിങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ജനങ്ങൾ ഭരണത്തിന്റെ സ്വാധീനം ശരിയായ രീതിയിലാണ് അവരാഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ വേഗം ഉണ്ടാകുന്നതിലൂടെയാണ് ഭരണത്തിന്റെ സ്വാധീനം തിരിച്ചറിയുന്നത്. ആ കാര്യത്തിൽ ഫയലുകൾ തീർപ്പാക്കുന്നതിന് പ്രത്യേക യജ്ഞം നടത്തുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. നല്ല മാറ്റം ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ സെക്രട്ടറി ജീവനക്കാരെ കുറിച്ച് കഴിവുകരായ ജീവനക്കാരാണ് എന്ന എല്ലാ കാലത്തും ഉള്ളതാണ്. അത് നിലനിർത്തി ഈ ഫയലുകളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ വിവേകം തീരുമാനങ്ങളിലേക്ക് നിലകൂടി ഉണ്ടാക്കുക. നാം നവകേരളത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കണ്ണൂർ
മാവിലായി AKG കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിൽ നിന്നും. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.